നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ഒരു ഭാഗത്ത് കോവിഡും മറുഭാഗത്ത് ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്തങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചുഴലിക്കാറ്റും അനുബന്ധ മഴക്കെടുതിയിലും സംസ്ഥാനത്ത് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് തീരമേഖല തന്നെയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ മന്ത്രിമാർ ഏറെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാനത്തെ മത്സ്യമേഖല. ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ഇന്ന് നമ്മോടൊപ്പം വാക്കുമറുവാക്കിൽ അതിഥിയായുള്ളത്. സ്വാഗതം സർ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനോടൊപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് താങ്കൾ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ചെയർമാനാണ്. ഈ പ്രളയകാലത്തും കോവിഡിൻ്റെ സമയത്തുമൊക്കെ ചെങ്ങന്നൂരുകാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പ്രധാനപ്പെട്ട 4 വകുപ്പുകളാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്: ഫിഷറീസ്, സാംസ്കാരികം, ചലച്ചിത്രം, യുവജനക്ഷേമം. ഈ ഒരു പുതിയ കാൽവയ്പ്പിനെ അതൊരു വലിയൊരു വെല്ലുവിളിയാണോ ഈ ദുരന്ത സമയത്ത്? ഇല്ല, എല്ലാ വകുപ്പിനും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ ഈ തീരദേശ മേഖലയിലെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ഒരു വകുപ്പാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനസമൂഹത്തെ എടുത്ത് പരിശോധിക്കുമ്പോഴും പൊതുവെ എല്ലാവരും സാമൂഹിക സാമ്പത്തികമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അത്രമാത്രം മുന്നോട്ട് വരാത്ത ഒരു ജനവിഭാഗം കൂടിയാണ് തീരദേശത്ത് ഉൾനാടൻ മത്സ്യമേഖല താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ, കോവിഡ് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ കേരളത്തിൻ്റെ തീരദേശ മേഖല ഉൾനാടൻ മത്സ്യമേഖലയിലും അവരുടെ ജീവിത സാഹചര്യത്തെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു യജ്ഞമാണ് ആവശ്യം. ആ ഒരു യജ്ഞം നടപ്പാക്കിയെടുക്കുക എന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഫിഷറീസ് മേഖലയിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രിമാരെന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ആ വകുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് നല്ല ഇടപെടൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ ഇടപെടലിൻ്റെ ഭാഗമായി മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കുറച്ച് ദിവസമായെങ്കിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇനിയുള്ള ദിവസങ്ങളിൽ അത് നല്ല നിലയിൽ ആ മാറ്റങ്ങൾ കണ്ടു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഓരോ പുതിയ മന്ത്രിമാരുടെയും ഓരോ സർക്കാർ വരുമ്പോഴും ആ ഒരു മേഖലയിൽ ചില ഇടപെടലുകൾ നടത്തും. പക്ഷെ അതിനപ്പുറം, ആ ഇടപെടലുകൾക്കപ്പുറം അതൊരു പൂർണ്ണമായൊരു ഫലപ്രാപ്തിയിലെത്തുന്നില്ല. പ്രത്യേകിച്ച് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ അതിന് ഇരകളാകുന്നതും മത്സ്യമേഖല തന്നെയാണ്. അവർക്ക് ഒരേ സമയത്ത് ഉപജീവന മാർഗവും അതോടൊപ്പം കിടപ്പാടവും ഒക്കെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു പുതിയ മന്ത്രി എന്ന നിലയിൽ താങ്കൾക്കൊരു പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല, ഒരു മത്സ്യനയം നമുക്ക് അനിവാര്യമായിരിക്കുകയാണ്. അതിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ് ബ്ലൂ എക്കോണമി ഇപ്പോൾ പുറത്ത് പ്രസിദ്ധീകരിച്ചതോടുകൂടി മത്സ്യത്തൊഴിലാളികളുടെ ആവാസം തീരദേശത്തു നിന്ന് നഷ്ടപ്പെടുന്ന നിലയിലെ കാര്യങ്ങൾ മാറ്റപ്പെടാൻ പോകും. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങളുടെ നയം എന്താണെന്ന് ചോദിച്ചാൽ കടൽ മത്സ്യത്തൊഴിലാളികൾ അവകാശപ്പെട്ടാണ്. കടലോരവും മത്സ്യത്തൊഴിലാളികൾ അവകാശപ്പെട്ടു. അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ് അത് നിങ്ങൾ ആലോചിക്കും. അതിൻ്റെ ഭാഗമായി തീരസംരക്ഷണം ഏതാണ്ട് 590 കിലോമീറ്ററിൽ 310 കിലോമീറ്റർ ഇപ്പോൾ കല്ല് ഇട്ട് സംരക്ഷിക്കും. അതിൽ ഞാൻ പഠിച്ച പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 12% വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കി അവിടെ തീരസംരക്ഷണത്തിന് നിലപാട് സ്വീകരിച്ചു. ചെല്ലാനത്ത് ഒരു പദ്ധതി ഗവൺമെൻറ് 16 കോടിക്ക് ആവിഷ്കരിച്ചു. അവിടെ ആദ്യം 8 കോടിക്ക് ഒരു ജിയോ ട്യൂബ് പദ്ധതി ആവിഷ്കരിച്ചു. അതിപ്പോൾ തുടങ്ങി. അതിൻ്റെ റിവ്യൂ മീറ്റിങ്ങിൽ അവിടുത്തെ ജനങ്ങളും പഞ്ചായത്ത് ഭാരവാഹികളും പറഞ്ഞത് അത് കൊണ്ട് ഈ പ്രാവശ്യം വലിയ കുഴപ്പമുണ്ടായില്ല. ഇട്ട സ്ഥലത്ത് തിരമാലയുടെ ശക്തി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഞങ്ങൾ പഠിക്കാൻ പറഞ്ഞപ്പോൾ റിപ്പോർട്ട് തന്നെ പഠിച്ചുകൊണ്ട് ടെട്രാപോഡ് വിജയകരമാണ് എന്ന റിപ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു മാസം നിർമ്മാണം ആരംഭിക്കാം, കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. അപ്പോൾ തീരദേശ മേഖലയിലെ ഓരോ മേഖല ഞാനിപ്പോൾ ഓരോന്നും പറഞ്ഞു. ഇപ്പോൾ
അവിടെ കഴിഞ്ഞ 1-2 വർഷമായിട്ടുള്ള പ്രശ്നം എന്താ? അദാനിയുടെ പോർട്ട് വരുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികൾ ബോട്ട് പോകുന്ന ചാനൽ മണ്ണ് കയറും. ആ മുൻപ് മണ്ണ് ഡ്രഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റിൽ തന്നെയുണ്ട്. പക്ഷേ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. അത് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ പെർമനൻ്റായി സൊല്യൂഷൻ ഉണ്ടാകുന്നതിന് അവിടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പഠനം അനിവാര്യമായി വന്നിരിക്കുന്നു. അപ്പം അന്വേഷിക്കാൻ ഒരു പെർമനൻ്റ് പറഞ്ഞിരിക്കുന്നു, 2 ആഴ്ചയ്ക്ക് റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീരദേശത്തിൻ്റെ ഓരോ മേഖല ഞാൻ പറയുന്നില്ല, തീരദേശത്തിൻ്റെ ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ ഓരോന്നായി എടുത്ത് കഴിഞ്ഞ ഈ 10-13 ദിവസമായിട്ട് ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടല്ല, അത് കോമണായിട്ടല്ല ഞാൻ അതിനകത്ത് ഇടപെടുന്നത്. ഓരോ മേഖലയും ഇപ്പോൾ ചെറായി ബീച്ച്, ഈ ക്രൂഷ്യലായിട്ടുള്ള ഏരിയകളിൽ അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരുന്ന 590 കിലോമീറ്ററിൽ ശാശ്വതമായ പരിഹാരത്തിന് പറ്റിയ മെത്തേഡ് നടപ്പാക്കും. രണ്ടാമത്, തീരദേശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അവരുടെ സാമൂഹിക സാമ്പത്തിക വികാസമാണ്. സാമൂഹിക സാമ്പത്തിക വികാസത്തിന് ഒപ്പം ആ ഒരു മേഖലയുടെ അടിസ്ഥാനപരമായ വികസനവും ആവശ്യമാണ്. അതിനൊരു ഗ്രാമത്തെ എടുക്കാൻ തീരുമാനിച്ചു, ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഇപ്പോൾ ചെല്ലാനത്തിനെടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ചുമതലപ്പെടുത്തി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. 1 മാസം റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമത്തിൻ്റെ ഏറ്റവും സർക്കാർ അവിടെ നമുക്ക് എങ്ങനെ നടപ്പാക്കി കഴിയും അത് ആലോചിക്കുകയാണ്. അത് നടപ്പാക്കി കഴിഞ്ഞാൽ 14 ജില്ലകളിലും ആദ്യം തന്നെ ഓരോ മാതൃകാ ഗ്രാമങ്ങളെ നമ്മൾ മത്സ്യമേഖല എടുക്കും. അത് 14 നടപ്പാക്കി കഴിഞ്ഞാൽ അടുത്ത സ്ട്രക്ചറിൽ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളെയും അങ്ങനെ മാറ്റി തീർക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ് ആലോചിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന പദ്ധതികൾ ആലോചിക്കുക. 100 ദിന പരിപാടി ഇപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കുന്നു. ആ 100 ദിന പരിപാടിയുമായി ബന്ധപ്പെട്ടും അടുത്ത 1 വർഷത്തെ ഗവൺമെൻറ് ബഡ്ജറ്റ് അടിസ്ഥാനത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി തീരദേശ മേഖലയിലെ ഉൾനാടൻ മേഖല മത്സ്യത്തൊഴിലാളികൾക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കും. അടാക്ക് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഉൾനാടൻ മത്സ്യമേഖലയിലെ എല്ലാ ജലാശയങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ കഴിയാത്ത എല്ലാ ജലാശയങ്ങളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. എല്ലാ ജലാശയങ്ങളും മത്സ്യകൃഷി ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി. നമ്മൾ ലക്ഷ്യമിടുന്നൊരു കാര്യമേ ഉള്ളൂ. ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലിപ്പോൾ 5 ആളുണ്ട്, ഒരു 6 ആളുണ്ട്. എല്ലാവരും മീൻ പിടിക്കാൻ പോകുന്നവരെന്ന് വിചാരിക്കുക, അല്ല മത്സ്യവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെന്ന് വിചാരിക്കുക. പക്ഷേ അവർക്ക് ഒരു ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന വിഷയങ്ങൾ, കോവിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ ആ വീടിന് ദുരന്തങ്ങളുണ്ടാകും, പ്രയാസങ്ങൾ അനുഭവിക്കാം. അപ്പോൾ ആ വീട്ടിൽ ഒരാൾക്കെങ്കിലും പുറത്തൊരു തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം, ഫിഷിംഗ് അല്ലാതൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അനുബന്ധ വ്യവസായങ്ങൾ വഴി വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഭയപ്പെടണം. അപ്പോൾ നമ്മൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മത്സ്യമേഖല 1 കോടിയോളം ജനങ്ങൾ ജീവിക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ ആ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് അനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം തൊഴിൽ കൊടുക്കാനുള്ളത് അങ്ങനെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. സ്ത്രീകൾ, അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? കുടുംബശ്രീ മാതൃകയിൽ തീരദേശ മേഖല, ഉൾനാടൻ മേഖലയിൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ സജ്ജമാക്കി എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും, അതിനൊരു പദ്ധതി പാലിക്കുന്നുണ്ട്. ഒത്തിരി ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. പിന്നിപ്പോൾ ഒരു മത്സ്യനയം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്നതിന് ആവശ്യമില്ല. എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന മത്സ്യനയം. ആ മത്സ്യനയത്തിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കൂടി റെഡിയാക്കി പൊതുവായി ജനങ്ങൾക്കിടെ ചർച്ച ചെയ്ത് അത് നടപ്പാക്കാൻ 5 വർഷത്തേക്ക് ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ഗവൺമെൻറ് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വിദ്യാഭ്യാസം നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഫിഷറീസുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സ് ആരംഭിക്കുക. ഫിഷറീസ് യൂണിവേഴ്സിറ്റി രൂപീകരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് വിഷയങ്ങൾ ലോകത്തെ പല യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നു. ആ സബ്ജക്റ്റുകളെല്ലാം മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ വന്നിട്ട് പഠിപ്പിക്കുകയും റിസർച്ച് ചെയ്യുകയും അതിൻ്റെ ബ്രാഞ്ചസ് UIT മോഡലുള്ള ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളും പഠനവും. അപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ക്ലാസ്സായിട്ട് ഈ ക്ലാസ്സിനെ മാറ്റും. ഫിഷറീസ് യൂണിവേഴ്സിറ്റിയെ യൂണിവേഴ്സിറ്റിയാക്കി മാറ്റും. ഇപ്പോൾ ഒരു ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പറയാം, പക്ഷേ അതിന് ശാഖകളും ഉപശാഖകളുമായിട്ട് ഉലപ്പെടുത്തുക, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന മേഖലയാക്കി മാറ്റി കഴിയുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ തൊഴിൽ കിട്ടുന്ന ഒരു മേഖലയായിട്ട് തന്നെ മാറ്റും. കാരണം ഇത്രയും തൊഴിൽ കിട്ടുന്നൊരു മേഖല വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാ മേഖല, പിന്നെ അവരുടെ പുനരധിവാസം. ഇപ്പം നമുക്ക് തീരത്തുള്ള 18,500 വീടുകൾ
മാറ്റി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ആരംഭിച്ചു. 1700 വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 5 വർഷം കൊണ്ട് 18,500 പേരെയും താമസിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസിൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൂടുതൽ ആളുകൾക്ക് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു. അപ്പോൾ എല്ലാവർക്കും വീട്, സുരക്ഷിതമായ ഈ വീട് എല്ലാവർക്കും വെച്ചു കൊടുക്കുമ്പോൾ ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ഇവരുടെ ഉപജീവന മാർഗം എവിടെയാണോ അവിടെ തന്നെ ഒരു പാർപ്പിട സൗകര്യം. അതിപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട 1-2 വിഷയങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച ചില മാറ്റകയറ്റങ്ങൾ അതിനകത്ത് വരുത്തേണ്ടതുണ്ട്. കൂടുതലെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ലഭ്യത ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ തൊഴിലാളിക്ക് അവിടെ നിന്ന് പോകാൻ ഉള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ആശയങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതൽ ഫ്ലാറ്റ് സംവിധാനത്തേക്ക് മാറ്റുന്നതിനെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ശരി, തുടങ്ങി വെച്ച 2,450 കോടി രൂപ അതിനുവേണ്ടി ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അത് പൂർത്തീകരിക്കും. മിസ്റ്റർ, ഈ കഴിഞ്ഞ 1ാം LDF സർക്കാരിൻ്റെ കാലത്ത് കാലിടറി വീണു പോയത് ഒരേ ഒരു മന്ത്രി മാത്രമായിരുന്നു, മേഴ്സിക്കുട്ടിയമ്മ. ആ വകുപ്പാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നത്. കടൽ പോലും വിറ്റു എന്നൊരു ആക്ഷേപം മുൻമന്ത്രിക്ക് നേരിടേണ്ടി വന്നു. അത് സ്വാഭാവികമായും കുറച്ച് കരുതലും ജാഗ്രതയും ഒക്കെ അധികം ഉണ്ടാകുമോ? ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. നന്നായി ആ വകുപ്പ് ഒരു കൈകാര്യം ചെയ്തു. ഞാൻ ഇത്രയും ദിവസത്തെ എൻ്റെ പഠനം വെച്ച് ഞാൻ പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ആരംഭിച്ചു. ശരിക്കും ഒരു ചതിക്കപ്പെടുകയാണ്. ഇതിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭ നടത്തിയ പ്രസംഗത്തിനകത്തുണ്ടല്ലോ, 4000 വോട്ടിന് UDF അവിടെ ജയിച്ചപ്പോൾ 14,000 വോട്ട് BJPയുടെ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ മേഴ്സിക്കുട്ടിയമ്മയെ അങ്ങനെ തോറ്റൻ്റെ കാണും. മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കേണ്ടത് ഒരു ലോബിയുടെ ആവശ്യമായിരുന്നു. ഒരു കടലും വിറ്റില്ല. അപ്പോൾ ആ ഫയലിൻ്റെ ഇരിപ്പുണ്ട്, ഞാനതിപ്പോൾ പഠിച്ചു. ഒരു ഉപ്പ് ഇട്ടിട്ടില്ല. അവരെ ആരോ വന്ന് കണ്ടു, അവർ ഓർത്തു പോലും ഇല്ല. ഓർക്കാവുന്ന അഭിപ്രായം പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ മേഴ്സിക്കുട്ടിയമ്മ ഒരു തെറ്റും ചെയ്യാതെ വലിയ ആളാകുമായിരുന്നു. അപ്പോൾ അവർ മത്സ്യമേഖലയിൽ നടപ്പാക്കിയ പല പദ്ധതികളും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അതാരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അവർ ചേർന്ന് ഒരു ശക്തമായ ഒരു ലോബി നടന്നു. UDFനെയും BJPയും ആ മണ്ഡലത്തിൽ ഒന്നിപ്പിച്ചു. ഇവരെ തോൽപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് വന്നുകൊണ്ട് ഈ പറയുന്ന വിഷയത്തിൽ ഇൻവോൾവായ ആളോട് മത്സരിച്ചു. അവസാനം ബോംബേറും കത്തീരും ഇപ്പോൾ കസ്റ്റഡിയിലായി. ഇപ്പം വന്നല്ലോ. ഇപ്പം ദല്ലാളെന്ന് പറയുന്ന ഒരാൾ ഉൾപ്പെടെ പ്രതിയാകാൻ വേണ്ടി പോകുന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ എത്തിയില്ലേ? റിപ്പോർട്ട് വരട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ഏറ്റവും നഗ്നമായ ഒരു വഞ്ചനാപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. ഈ ഫിഷറീസ് വകുപ്പിനൊപ്പം താങ്കൾക്ക് ചലച്ചിത്ര മന്ത്രി കൂടിയാണ്. ഈ കോവിഡിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ആ മേഖലയെ, പ്രത്യേകിച്ച് സിനിമ സീരിയൽ മേഖലയൊക്കെ സാമ്പത്തികമായി വലിയ തോതിൽ അവതാളത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഈ ബന്ധപ്പെട്ട മേഖലയുള്ളവരുമായി താങ്കൾ ചർച്ചയൊക്കെ നടത്തി കഴിഞ്ഞു. അടിയന്തരമായി എന്തെങ്കിലും നടപടികൾ? അതിലൊന്ന്, സാംസ്കാരിക മേഖലയ്ക്ക് ഒരു നയം ഉണ്ടാകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു. അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയി. ആ നയത്തിൻ്റെ അടിസ്ഥാനം കേരളത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് പുരോഗമന ആശയങ്ങളാണ്, നവോത്ഥാന ആശയങ്ങളാണ്. കേരളത്തിലെ സാംസ്കാരിക മേഖല ശാസ്ത്രബോധമുള്ള സാംസ്കാരിക മേഖലയായി, നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക മേഖലയായി, പുരോഗമന ചിന്താഗതി ഉയർത്തിപ്പിടിക്കുന്ന മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നയം ഞങ്ങൾ രൂപീകരിക്കും. 1. 2, ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ആദ്യഘട്ടത്തിൽ ഉണ്ടായ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള പ്രയാസങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സിനിമാ രംഗത്ത് OTT പ്ലാറ്റ്ഫോം തുടങ്ങാൻ ആരംഭിക്കുക. അതിൻ്റെ നടപടി തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ചെറിയ തുക ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുന്ന കലാകാരന്മാർക്ക് 175ഓളം സിനിമ നമ്മുടെ ചിത്രാഞ്ജലിക്കുണ്ട്. അവർക്ക് സഹായം കൊടുക്കാൻ കഴിയുന്ന OTT പ്ലാറ്റ്ഫോം അതിൻ്റെ പ്രൊസീജിയറായി കഴിഞ്ഞു. ആ പ്ലാറ്റ്ഫോം ഗവൺമെൻറ് തലത്തിലാണ് വരുന്നത്. സർക്കാർ തലത്തിലൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖല കുറേ ആൾ. പക്ഷെ അപ്പോഴും മിനിസ്റ്റർ, ഈ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും അതിനോട് യോജിക്കുന്നില്ലല്ലോ. നിർമ്മാതാക്കളാണ് നമ്മളോട് യോജിക്കേണ്ടതല്ല. OTT പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത് മെഗാസ്റ്റാറിൻ്റെ സിനിമ കാണിക്കാനല്ല. നമ്മൾ കൊണ്ടുവരുന്ന OTT പ്ലാറ്റ്ഫോം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 10, 15, 20 ലക്ഷം രൂപയ്ക്ക് സിനിമ നിർമ്മിക്കുന്ന മൂല്യബോധമുള്ള സിനിമയുണ്ട്. ആ സിനിമ ഒരു ദിവസം ഒരു തിയേറ്റർ ഓടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം മെഗാസ്റ്റാറിൻ്റെ സിനിമ വരുമ്പോൾ ആ സിനിമ ഔട്ടാവും. അപ്പോൾ അവനെ പ്രൊട്ടക്ട് ചെയ്യാനല്ല, മെഗാസ്റ്റാറിൻ്റെ സിനിമ പ്രൊട്ടക്ട് ചെയ്യാനല്ല. അവർക്ക് തിയേറ്റർ നമുക്ക് കൊടുക്കാം. അവരിവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്ന പൈസ കിട്ടും. അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ
കലാമൂല്യമുള്ള നല്ല സിനിമകളൊക്കെ കാണും. അത് സ്റ്റാർ വാല്യൊന്നും വേണ്ട, പക്ഷെ അവർ കാണാനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ മതി. അപ്പോൾ ഒരു നോർമൽ ഫീസ് കൊടുത്ത് നമുക്കത് കാണാൻ പറ്റും. 2, 1 മാസം നീണ്ടു നിൽക്കുന്ന കലോത്സവം സ്റ്റേജ് ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടൻ എല്ലാ നാടൻ കലാകാരന്മാരെയും പങ്കെടുപ്പിക്കുന്ന വലിയൊരു പ്രോഗ്രാം നടത്താൻ പോകുക. അതിൻ്റെ പ്രപ്പോസലായി കഴിഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന സഹായത്തോടൊപ്പം അഡീഷണലായി കലാകാരന്മാരെ സംരക്ഷിക്കാനുള്ള ചില പ്രോജക്റ്റുകൾ, ഇത് രണ്ടും അല്ല വേറെ ചില പ്രോജക്റ്റുകളുണ്ട് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. സിനിമ കലാരംഗത്ത് എല്ലാം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു സംരക്ഷണം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിന് കൊടുക്കുക. അതിപ്പോൾ ഉടൻ തന്നെ ആരംഭിക്കും. സീരിയൽ രംഗത്തെയും കൂടി ചേർത്താണ് എല്ലാവരും. സീരിയലാണല്ലോ കേരളത്തിൽ 10,000-ഓളം ആൾ ജീവിക്കുന്ന മേഖലയാണ് സീരിയൽ. നല്ല മൂല്യമുള്ള സാധനം കാണിക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ഞാൻ പറയുകയും ചെയ്തു. നമുക്ക് സെൻസർഷിപ്പ് നമുക്ക് സെൻസർ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല, അത് ഗവൺമെൻറ്. പക്ഷേ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലുകാർ നിങ്ങളെപ്പോലുള്ള ആളുകൾ അതിനകത്തൊരു നിലപാട് സ്വീകരിച്ചാൽ ഇപ്പോൾ നന്നാവും. നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കൊടുക്കുന്ന പല കഥകളും അവർ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ചാനലുകാരുമായിട്ട് സംഭാഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന എഴുത്തുകാർ, ഈ പറയുന്ന സീരിയൽ ഡയറക്ടേഴ്സുമായിട്ട് നടത്താൻ വേണ്ടിയിരിക്കുക. ഇതൊന്ന് കഴിഞ്ഞോണ്ട് ഈ നിയമസഭ കഴിയുമ്പോൾ ഒന്ന് വിളിക്കുന്നുണ്ട്. ചാനലുകാരോട് ഞാൻ പറയാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഏത് കഥകളും കൊടുക്കാം, ഏതും നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ അവകാശമുണ്ട്. കാരണം സെൻസർ ചെയ്യേണ്ടതെന്ന് ഞങ്ങളുടെ അധികാരമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ബോധത്തെ നശിപ്പിക്കുന്ന, ചോദ്യം ചെയ്യുന്ന, മൂല്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ പ്രദർശിപ്പിക്കുക. അത് കോമൺ ഡിസിഷൻ വന്നാൽ എല്ലാവരും നല്ല മൂല്യമുള്ള സാധനങ്ങൾ പ്രദർശിപ്പിക്കും. ഇപ്പോൾ ഒരു ചാനൽ പിന്നെ അവർ ഈ ഇക്ലിപ്പെടുത്തുന്ന ഒരു സാധനം പ്രസിദ്ധീകരിച്ചാൽ അടുത്ത ചാനൽ പ്രസിദ്ധീകരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഒരു കോമൺ തീരുമാനം എടുക്കുക. നമ്മുടെ നാട്ടിൽ പ്രദർശിപ്പിക്കുന്ന സാധനങ്ങൾ ഒരു സ്റ്റാൻഡേർഡുള്ള സാധനങ്ങൾ, അത് നമ്മുടെ ചാനലിൻ്റെ ഒരു അന്തസ്സാണ്, നമ്മുടെ ചാനലിനൊരു മാന്യത ഉണ്ട് എന്ന് അവർ ജനറലായി തീരുമാനിക്കുമ്പോൾ ആ പ്രശ്നം തീരും. അങ്ങനെ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കുന്നത് നമ്മുടെ നാടിന് പ്രയോജനമാണ്. കാരണം ഇപ്പം നമ്മുടെ പല വീടുകളിൽ യാതൊരു അർത്ഥവുമില്ലാത്ത, ഒരു തരത്തിലും സങ്കല്പിക്കാൻ പോലും വഴിയാത്ത കഥകളും കാര്യങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ പ്രദർശിപ്പിക്കുന്നത്. മീൻസ് ഈ പരമ്പരകളും ടെലിവിഷൻ പരമ്പരകൾക്ക് മാന്യതയും അന്തസ്സും എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അതിനൊരു മാനദണ്ഡം നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ നല്ലത് അതൊരു സെൻസറിങ് വേണമെന്ന് അങ്ങനെ ഒരു ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. സെൻസറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധി വരുന്നതല്ല. ഗവൺമെൻറ് പരിധി, സ്റ്റേറ്റ് ഗവൺമെൻറ് പരിധി വരുന്നതാണെങ്കിൽ നമുക്ക് കൈവെക്കാനോ, അത് കേന്ദ്ര ഗവൺമെൻറ് പരിധി വരുന്നത് അത് അവർ ചെയ്തിട്ട്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാനലുകാരെയൊക്കെ സാംസ്കാരിക സമ്പന്നന്മാരാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനം നമുക്ക് ആലോചിക്കാം. എങ്ങനെ അത് പോകും നോക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അത് ഒരു ക്യാമ്പയിനായിട്ട് കേരളത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ ചാനലുകാർ നേരെയാകും. അതിൻ്റെ ട്രിക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നില്ല, അടുത്തൊരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് അവർ നേരെയാകുന്നത്. ജനങ്ങളിത് കാണാൻ താല്പര്യപ്പെടുമ്പോഴാണല്ലോ നമുക്ക് ഈ ഇഗ്ലിപ്പെടുന്ന സാധനം ഇടാൻ പറ്റുന്നത്. ജനങ്ങളിത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റേറ്റിംഗ് പറ്റത്തില്ല. അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള സമയം ഗവൺമെൻറ് സ്വീകരിക്കുന്ന യാതൊരു മടിയും പിന്നെ പ്രശ്നമില്ല. ഞങ്ങളതിന് ഒരു ക്യാമ്പയിനായിട്ട് വരും. നിങ്ങളത് മാറ്റിയിട്ട് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്യുക ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നിട്ട് അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ന ടെലിവിഷൻ ചാനലുകാരൻ നന്നായി മൂല്യമുള്ള സാധനം ഇടുന്നു, അത് നിങ്ങൾ കാണും. ഇന്ന ടെലിവിഷൻകാരൻ റേറ്റിങ്ങിന് വേണ്ടി, പണത്തിന് വേണ്ടി നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നിങ്ങളത് കാണുക. ആ സമയം ഒരു കൂടി വെച്ചാൽ നിങ്ങൾ മറ്റേ ചാനൽ കാണുക. അങ്ങനെ 4 ചാനലുകാർ ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായി വരുന്നതല്ലോ. ഇപ്പം നിങ്ങളുടെ ചാനലിനെ വിമർശിക്കുകയാണ്. നിങ്ങളുടെ ചാനലിന് അത്തരം ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അന്തസ്സായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ ധാരണ. കുറച്ച് ചാനലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ അപ്പോൾ ഞാൻ ആ ചാനലൊന്നും പറയുന്നില്ല. അപ്പോൾ അവരിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾ ജനങ്ങളോട് പറയും, ഇത് 7 മണി മുതൽ 8 മണി വരെയുള്ള ഇന്ന ചാനൽ നല്ല ഇത് വരും, നിങ്ങളത് കാണണം. ഇന്ന ചാനൽ വരുന്നത് നമ്മുടെ മനുഷ്യനെ പിന്നെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്ന സാധനങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങളത് പറയാൻ സാഹചര്യം വരുന്നില്ല. ചാനലുകാർ തന്നെ അത് മാറ്റും, തിരുത്തും. കാരണം ഗവൺമെൻറ് നയങ്ങളും ആയിട്ട് ചാനലുകാർക്ക് ഒത്തുപോകണ്ടേ. അപ്പോൾ എല്ലാം കൂടി ചേരുന്നത് ഇതിനൊരു സെൻസർഷിപ്പ് ഒന്നും വേണ്ട. നമുക്ക് നടപ്പാക്കാൻ പറ്റുമെന്ന് എൻ്റെ വിശ്വാസം. നടപ്പാക്കാൻ കഴിയാത്ത ഒരു കാര്യം ഭൂമിയില്ല, എല്ലാം നടപ്പാക്കാൻ പറ്റും. നമുക്ക് നോക്കട്ടെ, മുന്നോട്ട് പോകാം. അപ്പോൾ ആ ഒരു നയം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോവുകയാണ്. ആ നയം ചർച്ച ചെയ്ത് വരുമ്പോൾ ഈ പറയുന്ന പിന്നെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സീരിയലിൽ പ്രവർത്തിക്കുന്നവർ, സിനിമയിൽ പ്രവർത്തിക്കുന്നവർ, സ്റ്റേജ് ഷോയിൽ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ ക്ഷേത്രകലകൾ നടത്തുന്നവരെല്ലാം ഇവർക്കെല്ലാം സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റുണ്ട്. അത് കുറേ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഈ കോവിഡ് സന്ദർഭത്തിൽ എങ്ങനെ അറിയിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വ്യവസായമാർ ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വലിയ തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ ആരംഭിക്കാൻ ഞങ്ങൾ പ്രൊജക്റ്റായി കഴിയും. നല്ല ഷൂട്ടിംഗ് നടത്താൻ കഴിയുന്ന കേന്ദ്രമാക്കി മാറ്റാൻ പോകണം. അവിടെ ഇപ്പം പുരോഗതിയിലേക്ക് വരും. അതാണ് അത് സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നയം.
മിനിസ്റ്ററിന് ആമുഖത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അറിയപ്പെടുന്ന ഒരു ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു ചാരിറ്റി പ്രവർത്തകൻ കൂടിയാണ് താങ്കൾ. തങ്ങളുടെ വീടുൾപ്പെടെ തന്നെ ചാരിറ്റി പ്രവർത്തനത്തിനായി സമർപ്പിച്ച ഒരു വ്യക്തി കൂടി തന്നെയാണ്. ആ ഒരു അനുഭവത്തെ എങ്ങനെ കാണുന്നു? ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റായത്. എൻ്റെ വീടൊരു വലതുപക്ഷ കോൺഗ്രസ് കുടുംബമായിരുന്നു. ഭയങ്കര യാഥാസ്ഥികന്മാരാണ്. ആ വീട്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരണമെങ്കിൽ എൻ്റെ മനസ്സിനകത്തൊരു അല്പം മനുഷ്യത്വ സ്നേഹമൊക്കെ അന്ന് പോലെ ഉണ്ട്. പിന്നെ ഞാൻ പാർട്ടി ചുമതലകൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അതിന് ഞാൻ ഒരു സംവിധാനം രൂപപ്പെടുത്തി. അത് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് അത് ജില്ലയിലുണ്ടാകും. മണ്ഡലത്തിൽ മൊത്തത്തിൽ അതിൻ്റെ ഭാഗമായി കരുണാപീൻ ആൻഡ് പാലിയേറ്റീവ് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ഉണ്ടാക്കി. ഞാനതൊരു 7-8 വർഷമായി. അത് ജനങ്ങളെ ഏറ്റെടുത്തു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് സൊസൈറ്റി ഒന്നതിൻ്റെ 4700 രോഗികളെ ഞങ്ങൾ വീട്ടിൽ പോയി നോക്കുന്നുണ്ട്. 570ഓളം ബെഡഡ് പേഷ്യൻസിനെ നോക്കുന്നുണ്ട്. 27 പേർക്ക് വീട് വെച്ച് കൊടുത്തു. 5 വീട് പണിതുകൊണ്ടിരിക്കുന്നു. 10-20 ഏക്കർ സ്ഥലം, അതിൽ 3 ഏക്കർ സ്ഥലം ഫ്രീ കിട്ടിയതാണ്. കോടിക്കണക്കിന് രൂപയുടെ വേണ്ടിയുള്ള സ്ഥലം ഫ്രീ കിട്ടിയത്. അപ്പോൾ അവരെല്ലാം ഫ്രീ തരുമ്പോൾ ഞാൻ കൊടുക്കാതിരിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ എൻ്റെ കാലശേഷം കൊടുക്കുക, നമുക്കത്തെ പ്രശ്നം. മക്കളൊക്കെ ഒന്നായി പഠിച്ചൊക്കെ പോയി. അപ്പോൾ അവർ പഠിച്ച് അവർ ചെയ്തിട്ട് 3 പേരും മെഡിക്കൽ ഫീൽഡ് ഡോക്ടർമാരാണ്. അപ്പോൾ 3ാമത്തെ പഠിക്കുന്നുണ്ട്, ഡോക്ടറാണ്. അപ്പോൾ അവരെല്ലാം പഠിച്ചത് കൊണ്ട് അവർ ജോലി ചെയ്ത് അവർ ജീവിച്ചോണം. എനിക്കധികമൊന്നുമില്ല. എനിക്ക് ആകപ്പാടെ എൻ്റെ അപ്പം തന്നെ 52 സെൻറ്റ് സ്ഥലം വീടും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കരുതാൻ കഴിയുമെങ്കിൽ അത് കരുതുക എന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചത്. അതിപ്പോൾ എൻ്റെ ഒരു വലിയ മഹത്വമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. 2016 ഞങ്ങൾ കൊണ്ടുവന്നാണ് ജൈവകൃഷി. സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് കിട്ടി. 1 കോടിയിൽ ഒരു അംശം പോലും വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചതാണ്. അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ പഠിച്ച് ഗവേഷണം നടത്തി ഞങ്ങൾക്ക് അവാർഡ് തന്നു. 50,000 1 ലക്ഷം രൂപയും വലിയ പത്രമൊക്കെ തന്നു, വലിയ അവാർഡൊക്കെ തന്നു. അപ്പോൾ അത് കേരളം മൊത്തം ക്യാമ്പയിനായി. കാരണം വിഷമില്ലാത്ത പച്ചക്കറി എങ്ങനെ ഉണ്ടാക്കാം ഞങ്ങൾ നടത്തി. എന്തായാലും ജനകീയനായൊരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അത് പൂർണ്ണമായും തെളിയിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യശേഷി താങ്കളുടെ 4 വകുപ്പിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശംസകളും. ഇത്രയും സമയം അമൃത വാർത്തകളുമായി വാക്ക് മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. നന്ദി വേണം. താങ്ക് യു.